ഉമ്മു സുലൈം ബിന്തു മൽഹാൻ അൽ അൻസാരിയ, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഉമ്മാൻ്റെ അടുക്കൽ ഒരു യത്തീമത്തായ പെണ്ണുണ്ടായിരുന്നു. യത്തീമിയത്തുൻ, യത്തീമ എന്ന് പറഞ്ഞാൽ അവരുടെ മകളല്ല, അവർ യത്തീമായ ഒരു ആളെ വളർത്തുന്നതിന് ഇസ്ലാം നൽകിയ പ്രോത്സാഹനമൊക്കെ കണ്ടിട്ട് ഒരു യത്തീമായ കുട്ടിയെ തൻ്റെ സംരക്ഷണത്തിൽ വളർത്തുന്നുണ്ടായിരുന്നു. റസൂൽ അവളെ കാണുമ്പോൾ വർത്താനം പറയും, മോളെ കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ തമാശ പറയും. അങ്ങനെ കുറച്ച് കാലത്തിന് ശേഷം റസൂൽ ഇവളെ കാണാതിരുന്നു, ഈ മോളെ. കുറച്ച് കാലം കഴിഞ്ഞിട്ടാണ് റസൂൽ കാണുന്നത്. ഈ സമയത്ത് റസൂൽ ചോദിക്കും, അൻതി ഹിയ, ഇത് ഓളാണല്ലേ? നമ്മൾ സാധാരണ പറയല്ലോ, ഇത് എത്ര പെട്ടെന്ന് മാറിപ്പോയി, ലഖദ് കബിർതി, ഇത് വലുതായി പോയല്ലോ നീ, ലാ കബിറ സിന്നുക്കി എന്ന് റസൂൽ പറഞ്ഞ വാക്കല്ല, ലാ കബിറ സിന്നുക്കി, ഇത് വലുതാവണ്ടായിനും. നമ്മൾ ആ കുട്ടികളുടെ ഒരു ചെറുപ്പത്തിൻ്റെതായ കുട്ടികളുടെ ഒരു നൈർമല്യം ഇതൊക്കെ ആഗ്രഹിച്ച് ആ പഴയ കോലത്തിൻ്റെ മോളായാൽ മതിയായിരുന്നു എന്ന് റസൂൽ ഒരു വർത്താനം പറഞ്ഞു. കുട്ടി പേടിച്ചു, കരഞ്ഞ് ഉമ്മു സുലൈമിൻ്റെ അടുക്കലേക്ക് ചെന്നു. എന്നിട്ട് പറഞ്ഞു, മാലക്കി യാ ബുനയ്യ. ആ മോള് പറഞ്ഞു, ദഅ അലയ്യ നബിയുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാ യക്ബറ സിന്നി ഫലാന ലാ യക്ബറു സിന്നി അബദ. റസൂൽ എന്നെ ഞാൻ വലുതാവരുതെന്ന് പ്രാർത്ഥിച്ചാണ് ഉമ്മ, ഇനി ഞാനെന്നും ഈ ചെറിയ മോളായിട്ടുണ്ടാവും. പരാതിയായിട്ട് ചെല്ലുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. ഹവ ഖാല ദാലിക്, റസൂൽ അത് പറഞ്ഞോ? അപ്പോൾ ഉമ്മയും പേടിച്ചു, ഉമ്മു സുലൈം പേടിച്ചു. മുസ്തഅജില, പെട്ടെന്ന് തൻ്റെ ഹിജാബൊക്കെ എടുത്തിട്ടിട്ട് ധൃതിപ്പെട്ട് വരുന്നുണ്ട്. റസൂലിനോട് വന്ന് ചോദിക്കുന്നു, റസൂലിൻ്റെ ഈ വരവ് കണ്ട് ചോദിക്കുന്നുണ്ട്, എന്തു പറ്റി, മാലക്കി, എന്താ എത്ര ധൃതിയിൽ? അപ്പോൾ അവിടുന്ന് പറയുന്നുണ്ട്, യാ നബി അല്ലാഹ് ദഅഉത അലാ യതീമതി, എൻ്റെ മോൾക്കെതിരെ നിങ്ങൾ പ്രാർത്ഥിച്ചോ, എൻ്റെ യതീമായ കുട്ടിക്കെതിരെ നിങ്ങൾ പ്രാർത്ഥിച്ചോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അമാ തഅലമീന ഇന്നി ഇശ്തറത്തു അലാ റബ്ബി, നിനക്കറിയില്ല ഞാൻ എൻ്റെ റബ്ബിനോടൊരു ചെറുത്ത് വെച്ചാണ്. ഞാൻ എൻ്റെ ഉമ്മത്തിൽപ്പെട്ട ആർക്കെങ്കിലും വേണ്ടി എന്തെങ്കിലും പറഞ്ഞാൽ അത് സാധാരണയായി ഒരു ദോഷമായ അർത്ഥമുള്ളത്, എന്നാൽ പരസ്പരം സ്നേഹത്തിന് വേണ്ടി ആളുകൾ നമ്മൾ സംസാരിക്കുമ്പോഴുള്ള വർത്താനാണത്. എന്നാലും അതിന് ഒരു അർത്ഥം നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ അത് തെറ്റായ അർത്ഥമായി. അങ്ങനെ വല്ലതും എൻ്റെ നാവിൽ നിന്ന് ഇനി വന്നാൽ തന്നെയോ അത് ഞാൻ മനഃപൂർവ്വം പ്രാർത്ഥിക്കുന്നതല്ല, അത് എൻ്റെ ആർക്ക് വേണ്ടിയാണ് ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചു പോയത്, അവർക്ക് അള്ളാഹു അത് മഗ്ഫിറത്തും അവർക്ക് നിന്നിലേക്കുള്ള അടുപ്പത്തിൻ്റെയും മാർഗ്ഗമാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. എൻ്റെ റബ്ബിനോട് ചേർത്തുണ്ട്. ഞാൻ ആ പ്രാർത്ഥിച്ചതിൻ്റെ വരി മാത്രം നോക്കിയിട്ട് അതിൻ്റെ അർത്ഥം നോക്കി ഇനി ബേജാറാവണ്ട, അത് ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് അവൾ വലുതാവരുത് എന്ന അർത്ഥത്തിൽ പ്രാർത്ഥിച്ചതല്ല. ഞാൻ ഇനി എന്ത് പ്രാർത്ഥിച്ചാലും അവൾക്ക് ഖൈറാണ്, അതെൻ്റെ റബ്ബായിട്ട് എൻ്റെ ഷർത്താണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ച് അവിടെ മറുപടി പറയുന്നതായി കാണാൻ സാധിക്കും.